നമ്മുടെ ബോഡിയിൽ നിരവധി റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അവയെ കാറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് എൻസൈംസ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ എൻസൈംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അവ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അവയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, അത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിയാക്ഷൻ്റെ റേറ്റ്. അപ്പോൾ നമുക്കറിയാം എൻസൈംസ് ആ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ആ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ആ റിയാക്ഷൻ എത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ പല പല ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഈ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് എൻസൈം കൈനറ്റിക്സ്. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നോക്കുകയാണ്. ഒരു നോർമൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ എൻസൈമിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അവിടെ വളരെ കുറവായിരിക്കും, നാനോമോളാർ ക്വാണ്ടിറ്റീസിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് ഒരു എൻസൈം റിയാക്ഷനിൽ ആ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എൻസൈം റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം. ഇനി നമ്മളൊരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ വിചാരിച്ച് നോക്കുകയാണ്. ആ ഒരു എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ നമ്മൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷന്റെ കാര്യം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫിക്സഡ് എൻസൈം ക്വാണ്ടിറ്റി നമുക്കുണ്ട്. ആ ഒരു ഫിക്സഡ് എൻസൈം നമ്മൾ പല പല കോൺസെൻട്രേഷനുകളിൽ സബ്സ്ട്രേറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷന്റെ ട്രെൻഡ് എന്നുള്ളത് നമ്മളൊരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്ത ഗ്രാഫ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കേർവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഗ്രാഫിനെ ആദ്യം മുതൽ നോക്കാം. ആദ്യം എന്താണ് ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ സബ്സ്ട്രേറ്റ് ഒന്നും കൊടുക്കാത്ത കണ്ടീഷൻ, ഇവിടെ സീറോ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, റിയാക്ഷനും അതുപോലെ തന്നെ സീറോ. അതായത് നമ്മൾ വൈ ആക്സിസിലാണ് വെലോസിറ്റി ഓഫ് റിയാക്ഷൻ കൊടുത്തേക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതായത് ഫ്യൂ സെക്കൻഡ്സിലുള്ള ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സിലുള്ള റിയാക്ഷൻ ആണ് ഇനീഷ്യൽ വെലോസിറ്റി. അതിനുശേഷം എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ സീറോ ആയിട്ടിരിക്കുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് റിയാക്ഷനും സീറോ. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ അതിനനുസരിച്ച് റിയാക്ഷന്റെ വെലോസിറ്റിയും കൂടുന്നുണ്ട്. അതൊരു പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആദ്യത്തെ ആ ഒരു സ്റ്റേജുകളിലൊക്കെ കൂടുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും പിന്നെ ഒരു കേർവ് ആയിട്ട് അത് മാറുകയാണ്. നമ്മുടെ ഇവിടെ വരെ വന്നിട്ടുള്ള ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു ഗ്രാഫ് നേരെ പോയേണ്ടതാണ്. പക്ഷെ ഇത് പോയിരിക്കുന്നത് ഒരു കേർവായിട്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വേറൊരു കാര്യം ആലോചിക്കുക. അതായത് റിയാക്ഷന്റെ എൻസൈമിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് സബ്സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ സബ്സ്ട്രേറ്റുമായിട്ട് എൻസൈംസ് അങ്ങോട്ട് ബൗണ്ട് ആയി കഴിഞ്ഞാൽ, എൻസൈം അങ്ങ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻസൈമിന് പിന്നെ ഫ്രീ ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് സബ്സ്ട്രേറ്റിനൊന്നും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ റിയാക്ഷൻ അങ്ങനെ സ്റ്റഡി ആയിട്ട് പിന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കർവ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കർവ് കിട്ടി. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു കർവിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വേണം. ഈ ഒരു കർവിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്ത് ഈ കർവിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കർവിന് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്ത രണ്ട് സയന്റിസ്റ്റുകളാണ് ലിയനോർ മൈക്കലിസും മൗഡ് മെന്റനും. ഈ രണ്ട് സയന്റിസ്റ്റുകളും ചേർന്ന് ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത ഈ കർവിന് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പം നമുക്കറിയാം ഇതിന്റെ എക്സ് ആക്സിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. നമ്മൾ ഈ ഒരു കർവിന് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ V0ക്ക് വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ആണ്. ആ ഡിറൈവ് ചെയ്തതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. നോർമൽ ആയിട്ട് ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആ റിയാക്ഷനിൽ എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നു. അതിനുശേഷം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുന്നു. ഈ ഒരു റിയാക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഈ റിയാക്ഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ് V0. ഈ V0ക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. V0നെ നമുക്ക് ആ റിയാക്ഷന്റെ K2 ഇൻറ്റു എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. അതായത് V0 ഇവിടെ പ്രോഡക്റ്റ്, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷനിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ആ ഒരു ഫോമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ ഉള്ള റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണ്. അപ്പൊ അത് K2 എന്തിൽ നിന്നാണ് ഇത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ നിന്നാണ്. അതുകൊണ്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ആണ് V0 എന്ന് പറയുന്നത്. അപ്പോൾ V0ക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം വിചാരിക്കാം. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് പോവാം. ഡെറിവേഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്കൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇനീഷ്യലി ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് നടക്കുന്നില്ല. ഇനീഷ്യലി റിയാക്ഷന്റെ തുടക്കത്തിൽ പ്രോഡക്റ്റ് ഫോർമേഷൻ കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ട്
പ്രോഡക്റ്റ് അധികം ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ തിരിച്ച് പ്രോഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആകുന്നു എന്ന് പറയുന്ന കാര്യം വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ, അതൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നടക്കുന്നുള്ളൂ. നമുക്ക് അതിനെ അങ്ങെടുത്ത് കളയാം. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഓപ്ഷനെ ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം? നമുക്ക് ആ ഇക്വേഷനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്തു. അതിനുശേഷം അത് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറി. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡെറിവേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അസംഷൻ വെക്കണം. ഒരു അസംഷൻ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് ഓഫ് എൻസൈംസ് ഇതൊരു ഇന്റർമീഡിയറ്റ് ആണ്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനിൽ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ഇന്റർമീഡിയറ്റ് ആണ്. ഈ ഇന്റർമീഡിയറ്റിന്റെ ഫോർമേഷനും ഈ ഇന്റർമീഡിയറ്റിന്റെ ബ്രേക്ക് ഡൗൺ, അതായത് എൻസൈം പ്രോഡക്റ്റ് ആവുന്നതും സബ്സ്ട്രേറ്റ് ആയിട്ട് തിരിച്ചു മാറുന്നതും ഈക്വൽ ആണെന്നാണ് ഫസ്റ്റത്തെ അസംഷൻ. അതായത് റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിനൊരു ഇക്വേഷൻ പോലെ ആക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് E1ന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K1, അതേ ഇൻറ്റു എൻസൈമിന്റെ കോൺസെൻട്രേഷൻ, അതേ ഇൻറ്റു സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റേറ്റ് ഓഫ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പ്രോഡക്റ്റുമായിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് സബ്സ്ട്രേറ്റുമായിട്ട് മാറുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തിരിച്ച് സബ്സ്ട്രേറ്റ് ആയിട്ട് മാറുന്നതിന് നമ്മൾ K-1 എന്നുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തിരിച്ച് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നതിനുള്ള കോൺസ്റ്റന്റ് ആണ് K2. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിന് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ഈ രണ്ട് പ്ലസ് സൈൻ്റെ അപ്പുറം ഇപ്പുറയും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോമൺ ആണ്. കോമൺ ആയിട്ടുള്ളവയെ നമ്മൾ പുറത്തെടുത്തു. അത് കഴിയുമ്പോൾ നമുക്ക് ആ ബ്രാക്കറ്റിന്റെ അകത്ത് K-1ഉം K2ഉം കിട്ടുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും ഈ റേറ്റ് കോൺസ്റ്റന്റേയും ഇപ്പുറേറ്റ് കൊണ്ടുവരുന്നു. എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ അപ്പുറേറ്റ് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടും. എന്താണ് ഇക്വേഷൻ? ഇത് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ K2 പ്ലസ് K-1 ഡിവൈഡഡ് ബൈ K1 ഈസ് ഈക്വൽ ടു എൻസൈം കോൺസെൻട്രേഷൻ ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കോൺസെൻട്രേഷൻ. ഇത്ര ഓർത്താൽ മതി. നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന റേറ്റ് ഓഫ് ഫോർമേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബ്രേക്ക് ഡൗണിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റുകൾ ഒരു സ്ഥലത്തും മറ്റേവയൊക്കെ മറ്റേ സ്ഥലത്തും നമ്മൾ കൊണ്ടുവന്ന് ഒരു ഇക്വേഷൻ ആക്കി. അപ്പൊ ഇതിൽ നിന്ന് ഈ റേറ്റ് കോൺസ്റ്റന്റുകളുടെ ഇക്വേഷൻ നമുക്ക് ഇത്രയും വലുതാക്കണ്ട, അത് നമുക്ക് ചെറുതാക്കി വെക്കാം. ആ ചെറുതാക്കി നമ്മൾ അതിനെ Km എന്ന് വിളിക്കുന്നു. Km എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് കോംപ്ലക്സ് ആണ്. അതിനെ നമ്മൾ മൈക്കലിസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് E ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S ഡിവൈഡ് ബൈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു Km. അങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ESന് മാത്രമായിട്ട് ഒരു ഇക്വേഷനെ നമ്മൾ വേർതിരിച്ചെടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കണം. V0ന്റെ ആണ് നമുക്ക് ഇക്വേഷൻ വേണ്ടേ. V0ക്ക് നമ്മൾ ഇക്വേഷന് വേണ്ടി V0ക്ക് ഒരു കാര്യം നമ്മൾ ഓർത്തു വെച്ചായിരുന്നു. V0 is equal to K2 into ES. അപ്പൊ അതിൽ ESന് വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷന് വേണ്ടിയുള്ള ഇക്വേഷൻ. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം ഒരു ടോട്ടൽ എൻസൈമിന്റെ കാര്യം. നമ്മൾ ഈ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെയുള്ള എൻസൈം. അപ്പൊ നമ്മളൊരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആകെയുള്ള എൻസൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീ ആയിട്ടുള്ള എൻസൈം മാത്രമാണോ? അല്ല. ഫ്രീ ആയിട്ടുള്ള എൻസൈമിന്റെ കൂടെ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന എൻസൈമിനെയും കൂടി നമ്മൾ ടോട്ടൽ എൻസൈമിന്റെ കൂട്ടത്തിൽ കൂട്ടണം. അതെന്തുകൊണ്ടായിരിക്കും? കാരണം എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ആകെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഈ എൻസൈമിന്റെ കോൺസെൻട്രേഷനിൽ ഈ രണ്ടും പെടും. ഫ്രീ ആയിട്ടിരിക്കുന്ന എൻസൈമും പെടും, ടോട്ടൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ ഉള്ള എൻസൈമും പെടും. അത് രണ്ടും ചേർന്നാണ് ടോട്ടൽ എൻസൈം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ എൻസൈം കോൺസെൻട്രേഷൻ, ഫ്രീ എൻസൈം കോൺസെൻട്രേഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതെന്തായിരിക്കും? ഇത് നമുക്ക് തിരിച്ചിട്ടാൽ മതി. അപ്പൊ ഈനെ നമ്മൾ ഇപ്പറേറ്റ് കൊണ്ടുവന്നു, ഈ ടീനെ ഞങ്ങൾ അപ്പറേറ്റ് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നു? കോൺസെൻട്രേഷൻ ഓഫ് E is equal to E total minus ES. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യാം? നമ്മൾ ആദ്യം കാണിച്ച ഇക്വേഷനിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമുക്ക് Kmന് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് ഇക്വേഷൻ വേണ്ടത് Kmനല്ല, നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തിലേക്കാണ് ഇക്വേഷൻ ഒക്കെ വേണ്ടത്? V0ക്ക്. V0ക്ക് നമ്മൾ ഒന്നാമതായിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അതെന്താണ്? V0 is equal to K2 into enzyme substrate concentration. അത്രയൊക്കെ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. ഇനി Kmന് വേണ്ടിയുള്ള ഇക്വേഷൻ, Km അല്ല, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന് വേണ്ടി ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷന് റീഅറേഞ്ച്മെന്റുകൾ നടത്തുകയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് റീഅറേഞ്ച്മെന്റ്? ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഈ എൻസൈമിന്റെ കോൺസെൻട്രേഷന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ ആണ് കൊണ്ടിട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ
ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻറ്റു എൻസൈം ടോട്ടൽ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻറ്റു ES ഡിവൈഡഡ് ബൈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനെ നമുക്ക് ഇപ്പുറത്തേട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇവിടെയും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്, അതിന് നമുക്ക് ഇക്വേഷന്റെ ഇപ്പുറത്തേട്ട് കൊണ്ടുവരാം. അപ്പം നമുക്ക് ടോട്ടൽ ആയിട്ട് ഇങ്ങനെ കിട്ടി. ഇവിടെ എന്താണ്, ഇവിടെ Km ന്റെ കൂടെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കാണാൻ സാധിക്കുന്നു, S ന്റെ കൂടെ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് കാണാൻ സാധിക്കുന്നു. ഇതിനെ നമുക്ക് പുറത്തേട്ടിടാം. പുറത്തേട്ടിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമുക്ക് ഇതിനെ പുറത്തേട്ടിട്ടു അകത്ത് Km പ്ലസ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു എൻസൈം ടോട്ടൽ ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആയി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ മാത്രം ഇക്വേഷൻ പുറത്തിടാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അവിടം വരെ എത്താനാണ് ഇത്രയും ചെയ്തത്. അതെന്തായിരിക്കും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടലിന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്ന് നമ്മൾ Km ന്റെയും S നെ ഇപ്പുറത്തേട്ട് കൊണ്ടുവന്നപ്പോൾ ഡിവൈഡഡ് ബൈ Km പ്ലസ് S എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മുടെ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷനിലേക്ക് ഇടാം. അതേതായിരുന്നു, അത് നമ്മുടെ V0 is equal to K2 into enzyme substrate complex. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷനിലെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് ഒരു പുതിയൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയൊരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ ഫോർമുല എന്തായിരുന്നു, അത് നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഫോർമുലയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ആലോചിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് Vmaxന്റെ കാര്യമാണ്. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം വെലോസിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഗ്രാഫ് ഓർമ്മയുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോകുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ, അതായത് അവിടെ ഇനിയിപ്പോൾ സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി എൻസൈം ഒന്നുമില്ല, അതായത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുകയാണ് എൻസൈം. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലുള്ള എൻസൈം തന്നെ ആയിരിക്കില്ലേ. അതായത് മുഴുവൻ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവിടെ ആ സിസ്റ്റത്തിലുള്ള എൻസൈം എന്ന് പറയുന്നത് ഈ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന എൻസൈംസ് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്, നമ്മൾ ES നെ ഈ ടോട്ടൽ എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ. ആ ഒരു കാര്യം കിട്ടി. ഇനി Vmaxന്റെ ഒരു ഫോർമുല പറയുകയാണെങ്കിൽ Vmaxന്റെ ഫോർമുല ഇത് തന്നെ, K2 ഇൻറ്റു എൻസൈം ടോട്ടൽ. ഈ ESന്റെ സ്ഥാനത്ത് നമുക്ക് എൻസൈം ടോട്ടൽ കൊടുക്കുക. അതായത് Vmax അറ്റൈൻ ചെയ്യുന്ന സമയത്ത് V0ന്റെ കേസിൽ എന്തായിരിക്കും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ കോൺസെൻട്രേഷൻ ആണ്. പക്ഷേ Vmaxൽ എന്താണ്, എൻസൈം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എൻസൈം ടോട്ടലിന്റെ കൂടി കോൺസെൻട്രേഷൻ. എൻസൈം ടോട്ടൽ എന്ന് പറയുന്നത് എൻസൈം സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ തന്നെയാണ്, സെയിം ആണ്. കാരണം എന്താ, മാക്സിമം വെലോസിറ്റിയിൽ എത്തി. അതുകൊണ്ട് നമുക്ക് ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ സ്ഥാനത്ത് Vmax അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അത് എൻസൈം ടോട്ടൽ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് K2 ഇൻറ്റു എൻസൈം ടോട്ടൽ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ V0ന്റെ ഭാഗത്ത് ഇതാണ് അത്. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗത്ത് ഈ K2 ഇൻറ്റു ETക്ക് പകരം നമുക്ക് Vmax എന്ന് പറഞ്ഞ അവിടെ കൊടുക്കാം. അപ്പൊ Vmax അവിടെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് റീപ്ലേസ് ചെയ്ത് ഇക്വേഷൻ നമുക്ക് V0 is equal to Vmax into substrate concentration divided by Km plus substrate concentration. അപ്പൊ നമുക്ക് ആ V0ക്ക് ഒരു ഇക്വേഷനും കിട്ടി. ആ ഇക്വേഷനിൽ നമ്മൾ എസിന്റെ കാര്യം, അതായത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷന്റെ കാര്യം വെച്ചിട്ട് ആണ് നമ്മൾ V0ക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അപ്പൊ എന്താ സംഭവിച്ചേ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആ ഒരു കർവിന് കിട്ടി. അപ്പൊ അങ്ങനെയാണ് മൈക്കിളിസും മെന്റനും ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത്. താങ്ക് യു.